Class 3 English. Hi students, let us learn English for 3rd standard students. Now I would like to take a new lesson, the last lesson for reading section, how smallpox died. How smallpox died. നമ്മുടെ യൂണിറ്റ്സ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ലെസൺ, അത് റീഡിംഗ് പർപ്പസിന് വേണ്ടിയുള്ളതാണ്. ബട്ട് അതിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ തന്നെ എഴുതുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്നും അതിൽ തന്നിട്ടില്ല. അപ്പം വെറുതെ ജസ്റ്റ് ഒരു റീഡിംഗ് പർപ്പസിന് വേണ്ടിയാണ്. ബട്ട് അതിൽ നിന്ന് പാരഗ്രാഫ്സ് ഒക്കെ ചോദിക്കാം. പാരഗ്രാഫ് വന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ ഹൗ സ്മോൾ പോക്സ് ഡൈഡ്, ദാറ്റ് ഈസ് ദ ലെസൺസ് നെയിം. ഹൗ സ്മോൾ പോക്സ് ഡൈഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില ആളുകളിലൊക്കെ മുഖത്തൊക്കെ ഇങ്ങനെ പാട്, അങ്ങനെ പാട് വരും. ഇതെന്താണ് പാടെന്ന് ചോദിക്കുമ്പോൾ എന്താണ് അവർ പറയുന്നത്? അത് ചിക്കൻ പോക്സ് വന്നതാണ്, അല്ലേ? ചിക്കൻ പോക്സ് വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പം ചിക്കൻ പോക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഉള്ള ഒരു അസുഖമാണ്. ബട്ട് പണ്ട് കാലത്ത് സ്മോൾ പോക്സ് എന്ന ഒരു ഡിസീസ് ഉണ്ടായിരുന്നു. സ്മോൾ പോക്സ്, അത് ചിക്കൻ പോക്സിൻ്റെ തന്നെ അതിനുശേഷം ഒരുപാട് വാക്സിനേഷനൊക്കെ വന്നതിന് ശേഷമാണ് അതിൻ്റെ അളവ് കുറഞ്ഞത്. സ്മോൾ പോക്സ് എന്നൊരു അസുഖം ഉണ്ടായിരുന്നു. ആ സ്മോൾ പോക്സ് വന്നു കഴിയുമ്പോൾ ആളുകൾ തിരിഞ്ഞു നോക്കാതെ, അതായത് ശരീരത്തിലെല്ലാം വലിയ ഓരോ പാടുകളും അതുപോലെ തന്നെ വന്നു കഴിയുമ്പോൾ ഇത് പകരുന്ന ഒരു അസുഖമായിരുന്നു. അപ്പോൾ ആ പകരുന്ന അസുഖമായിരുന്നതുകൊണ്ട് തന്നെ ആളുകളെ ഒറ്റയ്ക്ക്, ഇപ്പോൾ നമ്മുടെ കൊറോണ അങ്ങനെയാണല്ലോ, അപ്പം പകരുന്നതാണ് എന്ന് പറഞ്ഞ് പക്ഷെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യും. പക്ഷേ പണ്ട് കാലത്ത് അങ്ങനെയല്ലായിരുന്നു. ഒരാളെ ഒരു സ്ഥലത്തിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല, മരുന്നും കൊടുക്കുന്നില്ല, അങ്ങനെ അവർ അവസാനം മരിച്ചു പോകുമായിരുന്നു. അപ്പം അതായിരുന്നു സ്മോൾ പോക്സ് എന്നൊരു അസുഖം ഇവിടെ ഉണ്ടായിരുന്നു. അത് പിന്നീട് അത് മാറി വന്നതാണ്. ഇപ്പോൾ അതിൻ്റെ ചെറിയൊരു ഇതാണ് എന്താണ് ചിക്കൻ പോക്സ്. അപ്പം നമുക്ക് ഈ സ്മോൾ പോക്സ് എങ്ങനെയാണ് ഇവിടെ നിന്ന് പോയത് എന്ന് നോക്കാം. ഓക്കെ, ഹാവ് യു എവർ സീൻ someone with their face full of scars or at least photographs? നിങ്ങൾ ഫോട്ടോഗ്രാഫ്സ് അല്ലെങ്കിലും കണ്ടു കാണും. ഡിഡ് യു വണ്ടർ ഹൗ they got these സ്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? പാടുകൾ. Many years ago, a deadly disease called smallpox scarred people for life. It also made them blind. Thankfully, this deadly disease was wiped out after many hundred of years. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ ഡെഡ്ലി ഡിസീസ്, ഞാൻ ഈ പറഞ്ഞ പോലത്തെ അസുഖം, ഡെഡ്ലി ഡിസീസ് എന്ത് ചെയ്തു? നമ്മുടെ ഇവിടെ നിന്നും തുടച്ചു നീക്കപ്പെട്ടു, വൈപ്ഡ്. It all came to an end with the making of vaccine. ഇതിന് ഒരു എൻഡ് ഉണ്ടായത്, അവസാനമുണ്ടായത്. നമുക്കറിയാം കൊറോണയ്ക്ക് ഒരു അവസാനം ഉണ്ടാകുന്നെങ്കിൽ ഇത് എപ്പോഴും ഒരു വാക്സിനിലൂടെ മാത്രമേ ആവുകയുള്ളൂ. എ വാക്സിൻ ഈസ് എ മെഡിസിൻ. വാക്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ വാക്സിൻ എടുക്കാൻ പോയി, കൊറോണ വാക്സിൻ. എന്താണ് വാക്സിൻ എന്ന് പറഞ്ഞൊരു മെഡിസിനാണ്. ദാറ്റ് പ്രിപ്പേഴ്സ് ദ ബോഡി ടു ഫൈറ്റ് എ ഡിസീസ്. ഒരു ഡിസീസിനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് ബോഡിയെ പ്രിപ്പയർ ചെയ്യുക. ഇപ്പം കൊറോണ വാക്സിൻ നിങ്ങളുടെ പേരൻസ് ഒക്കെ എടുത്തു കാണും. അപ്പം എന്താണ് ആ കൊറോണ വൈറസിനെതിരെ പൊരുതാനായിട്ട് നമ്മുടെ ബോഡിയെ പ്രിപ്പയർ ചെയ്യുക. അതിനുവേണ്ടിയുള്ള മെഡിസിനാണ് വാക്സിൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്താണ് വാക്സിൻ എന്താണെന്ന് പറഞ്ഞു. എ സയൻറ്റിസ്റ്റ് കോൾഡ് ഡോക്ടർ എഡ്വേർഡ് ജെന്നർ വാസ് ദ ഫസ്റ്റ് ഡോക്ടർ ടു വാക്സിനേറ്റ് പീപ്പിൾ എഗെയിൻസ്റ്റ് സ്മോൾ പോക്സ്. അങ്ങനെ അന്നുണ്ടായിരുന്ന ഈ സ്മോൾ പോക്സ് എന്ന രോഗത്തിനെതിരെയുള്ള വാക്സിനേഷൻ കണ്ടുപിടിച്ച ആദ്യത്തെ ഡോക്ടറാണ് ഡോക്ടർ എഡ്വേർഡ് ജെന്നർ. ഹി ഫൗണ്ട് എ വേ ടു സ്റ്റോപ്പ് പീപ്പിൾ ഫ്രം ഗെറ്റിംഗ് സ്മോൾ പോക്സ് സോ ദാറ്റ് ഫ്യൂവർ പീപ്പിൾ ഗോട്ട് ഇൽ and the disease became rare. Today smallpox has died out. അങ്ങനെ ഇപ്പോൾ സ്മോൾ പോക്സ് ഇല്ലാതായിരിക്കുന്നു. Let us read an interesting story to find out how he did it. എങ്ങനെയാണ് ഇദ്ദേഹം ഇത് ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് ഒരു ചെറിയൊരു
സ്റ്റോറി നമുക്ക് പഠിക്കാം. ജെന്നർ വാസ് ബോൺ ഇൻ 1749 ഇൻ ബെർക്കലി, ഇംഗ്ലണ്ട്. 1749 ജനനം. ഹി വാസ് ബ്രോട്ട് അപ്പ് ബൈ ഹിസ് മദർ as his father had died when he was only 5 years old. 5 വയസ്സായിരുന്നപ്പോൾ അച്ഛൻ മരിച്ചു. ദെൻ അമ്മയാണ് വളർത്തിയത്. ജെന്നർ വാണ്ടഡ് ടു ബി എ ഡോക്ടർ. ഒരു ഡോക്ടർ ആകാനായിരുന്നു ആഗ്രഹം. വെൻ ഹി വാസ് 14 years old he went to work for a doctor. അങ്ങനെ 14 വയസ്സായപ്പോൾ he went to work for a doctor. ഒരു ഡോക്ടർക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പോയി. ജെന്നർ became a doctor in 1772. അപ്പോൾ എന്താണ്, ഒരു ഡോക്ടർ ആകാനായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും 14 വയസ്സ് മുതൽ അവൻ പ്രാക്ടീസ് തുടങ്ങി. ജെന്നർ became, അങ്ങനെ പഠിച്ച് ജെന്നർ ഒരു ഡോക്ടറായി 1772. ആഫ്റ്റർ ദിസ് he went back to the small town of Berkeley. തൻ്റെ ഗ്രാമത്തിലേക്ക് തിരികെ വന്നു ഡോക്ടറായി കഴിഞ്ഞു. Here he would ride out on his horse every day to visit sick people. തൻ്റെ കുതിരപ്പുറത്താണ് അദ്ദേഹം തൻ്റെ സിക്ക് പീപ്പിളിനെ, അതായത് രോഗികളെ കാണാനായിട്ട് പോയിക്കൊണ്ടിരുന്നത്. He liked to ask people questions about wild birds and animals and about medicines they made from wild plants. ആളുകളോട് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും. എന്തിനെക്കുറിച്ചാണ്? ബേർഡ്സിനെ കുറിച്ചും ആനിമൽസിനെ കുറിച്ചും, അതുപോലെ തന്നെ പ്ലാന്റ്സിൽ നിന്നും മെഡിസിൻ. നമുക്കറിയാം ആയുർവേദ മെഡിസിൻസ് ഒക്കെ പ്ലാന്റ്സിൽ നിന്നാണ്. അപ്പം അതുപോലെയുള്ള ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നത് ജെന്നറിന് ഇഷ്ടമായിരുന്നു. സ്മോൾ പോക്സ്. ഇൻ ദോസ് ഡേയ്സ് പീപ്പിൾ വെർ സ്കേർഡ് ഓഫ് ഡിസീസസ്. കണ്ടോ, ഇതുപോലെയാണ് സ്മോൾ പോക്സ്. One of the most feared disease was smallpox. Around 2000 people in London died of smallpox every. എല്ലാ വർഷവും 2000 ആളുകളെങ്കിലും ലണ്ടനിൽ മരിച്ചു. People with smallpox got spot or boils. If ഈ പൊള്ളലേറ്റതുപോലെയാണ് ശരീരത്തൊക്കെ. If people did not die of it, they were left with a scar. ഇനി അതല്ല എങ്കിൽ, മരിച്ചില്ല എങ്കിലും ശരീരത്തിലെല്ലാം പാടുകൾ അവശേഷിക്കുമായിരുന്നു. ദീസ് വെർ കോൾഡ് പോക്ക് മാർക്ക്. ഇതിന് പറയുന്ന പേരാണ് പോക്ക് മാർക്ക് എന്ന് പറയുന്നത്. സ്മോൾ പോക്സ് ഓൾസോ മെയ്ഡ് സം പീപ്പിൾ ബ്ലൈൻഡ്. ചില ആളുകളെ ബ്ലൈൻഡ് ആക്കിയിരുന്നു. വൺ ഡേ ജെന്നർ മെറ്റ് എ ഡയറി മെയ്ഡ്. ഒരു ഡയറി മെയ്ഡ്, അതായത് പാൽക്കാരി പെണ്ണിനെ കണ്ടു. ഷീ ടോൾഡ് ഹിം, ഐ നെവർ വറി അബൌട്ട് ക്യാച്ചിങ് സ്മോൾ പോക്സ്. അവൾ എന്താണ് പറഞ്ഞത്? എനിക്ക് സ്മോൾ പോക്സ് ഒന്നും, അതിനെക്കുറിച്ചൊന്നും വലിയ ഭയമില്ല. ഫോർ ഐ ഹാവ് ഹാഡ് കൗ പോക്സ്. എനിക്ക് എന്തുണ്ട്? കൗ പോക്സ് ഉണ്ട്. അപ്പോൾ എന്താണ് കൗ പോക്സ് എന്ന് നോക്കിയാൽ, കൗ പോക്സ് വാസ് എ മൈൽഡ് ഡിസീസ് പാസ്ഡ് ഫ്രം കൗസ് ടു പീപ്പിൾ. കൗവിൽ നിന്നും ആനിമൽസിൽ നിന്നും ആളുകളിലേക്ക് എത്തുന്ന ഒരു ചെറിയൊരു അസുഖമാണ് കൗ പോക്സ്. അതുകൊണ്ട് എനിക്ക് സ്മോൾ പോക്സിനെ പേടിയില്ല. നോ വൺ ഡൈഡ് ഫ്രം ഇറ്റ്. ഈ കൗ പോക്സ് മുഖേന ആരും മരിച്ചിട്ടില്ല. ദിസ് മെയ്ഡ് ജെന്നർ ഈഗർ ടു നോ മോർ അബൌട്ട് ദ കണ്ടീഷൻ. അപ്പോൾ ഇത് ജെന്നറിൽ ഓരോന്ന് ആലോചിക്കാനായിട്ട് കാരണമായി. നൗ ജെന്നർ ന്യൂ അബൌട്ട് ഇനോക്കുലേഷൻ. ഇനോക്കുലേഷൻ ഈസ് ഗിവിങ് പീപ്പിൾ. ഇനോക്കുലേഷൻ ഈസ് നോക്കിയാൽ ഇവിടെ ഐ നെവർ വറി അബൌട്ട് ക്യാച്ചിങ് സ്മോൾ പോക്സ് ഫോർ ഐ ഹാവ് ഹാഡ് കൗ പോക്സ്. ഇത് ആര് പറഞ്ഞു എന്നൊക്കെ ചോദിക്കാം. ഹൂ സെഡ് ദീസ് വേർഡ്സ്? ആരാണ് പറഞ്ഞത്? ഡയറി മെയ്ഡ് അല്ലേ? ഡയറി മെയ്ഡ് ആരോടാണ് പറഞ്ഞത്? എഡ്വേർഡ് ജെന്നർ. അങ്ങനെയൊക്കെ ചോദിക്കാം. ഇനോക്കുലേഷൻ ഈസ് ഗിവിങ് പീപ്പിൾ എ മൈൽഡ് ഡോസ് ഓഫ് എ ഡിസീസ് ബൈ ഇൻജെക്റ്റിംഗ് ഇറ്റ് ഇൻ ടു ദം. ഇനോക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഡോസ് ഒരു ഡിസീസിൻ്റെ എന്ത് ചെയ്യുകയാണ്? ഇൻജെക്റ്റ് ചെയ്യുവാണ്. ഇറ്റ് പ്രൊട്ടക്ട്സ് ദം ഫ്രം ഗെറ്റിംഗ് ദ ഡിസീസ്. ഇഫ് യു ഗോട്ട് സ്മോൾ പോക്സ് ഇൻ എ മൈൽഡ് ഫോം ആൻഡ് ഗോട്ട് ബെറ്റർ, യു വുഡ് നോട്ട് ക്യാച്ച് ഇറ്റ് അഗെയിൻ.
അപ്പം ഒരു പ്രാവശ്യം വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, അത് വീണ്ടും അത് വരുന്നില്ല. ബട്ട് ദിസ് വർക്ക് ഓൺലി സംടൈംസ്. ജെന്നർ ഡിസൈഡഡ് ടു എക്സ്പെരിമെൻറ്റ് വിത്ത് കൗ പോക്സ്. അപ്പം ജെന്നർ തീരുമാനിച്ചു ഈ കൗ പോക്സ് എന്ന ഡിസീസുമായിട്ട് എന്ത് ചെയ്യാം, ഒരു പരീക്ഷണം നടത്താം. ഹി ആസ്ക്ഡ് എ ഡയറി മെയ്ഡ് നെയിം സറ നെൽസ് ഹു ഹാഡ് കൗ പോക്സ്. ആ ഡയറി മെയ്ഡിൻ്റെ പേരാണ് സാറ നെൽസ് ഹു ഹാഡ് കൗ പോക്സ് ടു ഹെൽപ്പ്. തന്നെ സഹായിക്കാനായിട്ട് അവളോട് ആവശ്യപ്പെട്ടു. ജെന്നർ ടുക്ക് എ ലിറ്റിൽ കൗ പോക്സ് പസ് ഫ്രം ദ ബോയിൽസ് ഓൺ ഹെയർ ആം. അവളുടെ ശരീരത്തു നിന്നും ഇതിൻ്റെ പസ് എടുത്ത് അവളുടെ ആമിൽ നിന്നും എടുക്കുകയുണ്ടായി. ദെൻ ഹി മെയ്ഡ് എ സ്മോൾ കട്ട് ഓൺ ദ സ്കിൻ ഓഫ് ആൻ 8-year-old ബോയ്. എന്നിട്ട് ഒരു 8-year-old ബോയ്, പേരെന്താണ്, ജെയിംസ് ഫിപ്സ് എന്ന് പറഞ്ഞ ഒരു 8 വയസ്സുള്ള ഒരു ബാലൻ്റെ ശരീരത്തിൽ അതെന്ത് ചെയ്തു, ഒരു കട്ട്, ഒരു ചെറിയൊരു മുറിവുണ്ടാക്കി. ഹി സ്മിയർഡ് ദ പസ് ഇൻ ടു ദ കട്ട്. ഈ മുറിവിൽ ഈ പസ് അതിലേക്ക് പ്രവേശിപ്പിച്ചു. ദിസ് വാസ് ദ ഫസ്റ്റ് വാക്സിനേഷൻ. ഇതായിരുന്നു ആദ്യത്തെ വാക്സിനേഷൻ എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ വാക്സിനേഷൻ സ്വീകരിച്ച കുട്ടി ആരാണ്, ജെയിംസ് ഫിപ്സ്. ഇറ്റ് വാസ് ഡൺ വിത്ത് പെർമിഷൻ ഫ്രം ഓൾ ദീസ് പീപ്പിൾ. ഈ ആളുകളുടെ നിന്നൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അല്ലേ, അതുകൊണ്ട് ഈ ആളുകളുടെ നിന്നൊക്കെ പെർമിഷൻ വാങ്ങിച്ചതിന് ശേഷമാണ് ഇതെല്ലാം ചെയ്തത്. ഓഫ് കോഴ്സ് ജെയിംസ് ഫിപ്സ് ഗോട്ട് കൗ പോക്സ്. അപ്പോൾ എന്ത് സംഭവിച്ചു, ജെയിംസ് ഫിപ്സിന് കൗ പോക്സ് ഉണ്ടായി. 8 weeks later, 8 ആഴ്ച കഴിഞ്ഞപ്പോൾ ജെന്നർ ഗേവ് ജെയിംസ് എ മൈൽഡ് ഡോസ് ഓഫ് സ്മോൾ പോക്സ്. 8 ആഴ്ച കഴിഞ്ഞപ്പോൾ ജെന്നർ ഗേവ് ജെയിംസ് ഫിപ്സിന് ഈ കുട്ടിക്ക് എന്ത് കൊടുത്തു, ചെറിയൊരു ഡോസ് സ്മോൾ പോക്സ് കൊടുത്തു ബൈ ഇനോക്കുലേഷൻ. ഹി വെയിറ്റഡ് ടു സീ ഇഫ് ജെയിംസ് കുഡ് ഗെറ്റ് സിക്ക്. എന്നിട്ട് നോക്കി ജെയിംസിന് സ്മോൾ പോക്സ് വരുമോ എന്ന് വെയിറ്റ് ചെയ്തു. ബട്ട് ജെയിംസ് വാസ് ജസ്റ്റ് ഫൈൻ. പക്ഷേ ജെയിംസ് സുഖപ്പെടുമായിരുന്നു. ഹി ഡിഡ് നോട്ട് ഗെറ്റ് സ്മോൾ പോക്സ് പിടിച്ചില്ല. ദ വാക്സിനേഷൻ ഓഫ് കൗ പോക്സ് ഹാഡ് പ്രൊട്ടക്റ്റഡ് ഹിം. അപ്പോൾ എന്താണ്, കൗ പോക്സിൻ്റെ വാക്സിനേഷനാണ്. കൗ പോക്സിൻ്റെ ആ പസ് എടുത്ത് സ്മോൾ പോക്സ് വരുന്നതിനെ എതിർക്കുമായിരുന്നു അല്ലേ. The vaccination of cowpox had protected him. Jenner's experiment was successful. അങ്ങനെ ജെന്നറിൻ്റെ എക്സ്പെരിമെൻ്റ് സക്സസ്ഫുള്ളായി. ജെന്നർ wrote a book about his discovery. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തത്തെ കുറിച്ച് ഒരു ബുക്ക് എഴുതി. ഡോക്ടേഴ്സ് ഓൾ ഓവർ ദ വേൾഡ് were interested and Jenner sent them samples of the vaccine. ഈ വാക്സിൻ്റെ സാമ്പിൾ എല്ലാവർക്കും അയച്ചു കൊടുത്തു. Jenner became the most ഫേമസ് ഡോക്ടർ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഫേമസ് ആയിട്ടുള്ള ഡോക്ടറായിട്ട് മാറി. ഹി ഗേവ് ഫ്രീ വാക്സിനേഷൻ ടു വില്ലേജേഴ്സിനൊക്കെ ഫ്രീ വാക്സിനേഷൻ കൊടുത്തു. ഇൻ 1800s ഹി വാക്സിനേറ്റഡ് നിയർലി 200 പീപ്പിൾ ഇൻ 1 day. 200 പേർക്ക് ഒരു ദിവസം കൊടുക്കത്തക്ക രീതിയിൽ ക്രമീകരിച്ചു. വാട്ട് ഹാപ്പൻ ടു സ്മോൾ പോക്സ്. അപ്പോൾ സ്മോൾ പോക്സിന് എന്ത് സംഭവിച്ചു, സ്മോൾ പോക്സ് ഡിഡ് നോട്ട് ഡൈ ഔട്ട് ഫോർ മെനി ഇയേഴ്സ്. Doctors made Jenner's vaccine better and started program of vaccination all over the world. എല്ലായിടത്തും വാക്സിനേഷൻ ആരംഭിച്ചു. ഇപ്പം നമ്മൾ കൊറോണ വൈറസിനെതിരെയുള്ള വാക്സിനേഷൻ ആരംഭിച്ചിരിക്കുന്നത് പോലെ തന്നെ. ബട്ട് നമ്മുടെ കൊറോണ വൈറസിൻ്റെ വാക്സിനേഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ടൈം ഇല്ലാത്തതാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ് അല്ലേ, ഇയർ ബൈ ഇയർ. എങ്കിലും അത് ഓരോ ആളുകളിലും പരീക്ഷിച്ചിട്ടൊക്കെയാണ് നമ്മളിൽ കുത്തിയിരിക്കുന്നത്. ഇയർ ബൈ ഇയർ ഫ്യൂവർ പീപ്പിൾ കോട്ട്. ഓരോ വർഷം കഴിയും തോറും ആളുകളുടെ നമ്പർ